ഞങ്ങൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വരുമ്പോൾ ഈ പീരീഡ്സ് എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ട് നമ്മുടെ പണി മുടക്കും. അതായത് നല്ലൊരു കല്യാണം വരുമ്പോൾ, അതല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലെന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ, അതല്ലെങ്കിൽ വിഷു വരുമ്പോൾ, ഓണം വരുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ കല്യാണം, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ പീരീഡ്സ് നമുക്ക് പണി തരും. എന്നിട്ട് ആ ചടങ്ങിൽ ചിലപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അതുപോലെ ഞാൻ പഴനിക്ക് പോകാനായിട്ട് ആദ്യം മാലയിട്ടു, അതായത് കഴിഞ്ഞ മാസം 20-ാം തീയതി. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. കറക്റ്റ് പീരീഡ്സായി, അതായത് ഒരു 8 ഡേയ്സും ബിഫോർ എനിക്ക് പീരീഡ്സായി. സോ പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അതായത് ആ മാല ഒഴുക്കുള്ള ജലത്തിൽ കളയണമെന്ന് പറഞ്ഞു. പിന്നീട് ആരും ആ മാല യൂസ് ചെയ്തില്ല, കളഞ്ഞു. ഇനി പഴനിയിൽ ചെന്നിട്ട് വേറൊരു നേർച്ചയും കൂടി നടത്തണമെന്ന് എൻ്റെ ഒരു കസിൻ തന്നെയാണ്. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്യാം. അപ്പോൾ ശ്യാം ഈ ജ്യോതിഷവും കാര്യങ്ങളൊക്കെ പഠിച്ചതുകൊണ്ട് അവൻ്റെ അടുക്കെയാണ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ 2ാമത് മാല ഇടാനായിട്ട് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ വന്ന് മാലയൊക്കെ ഇട്ടു. കുഞ്ഞിനുമായിട്ട് കുറേ നേരം നടക്കുകയും ഒക്കെ ചെയ്തു. അവന് വണ്ടിയിലിരിക്കുന്ന അത്ര ഇഷ്ടമല്ല, പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മൈതാനമൊക്കെ ഉള്ളിടത്ത് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടുമുറ്റത്താണെങ്കിൽ പോലും ഡെയിലി രാവിലെയും വൈകുന്നേരവും ഒക്കെ നടക്കാറുണ്ട്. അങ്ങനെ പിന്നെ അവിടെ മയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയാലോ അതൊക്കെ. അങ്ങനെ അത് കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഓപ്പോസിറ്റായിട്ട് ഹനുമാൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ കയറി തൊഴുത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇത് തന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രസാദമായിട്ട് തന്നത് തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന തൈര് സാദം ഇല്ലേ, അങ്ങനെയുള്ളതായിരുന്നേ. അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾക്കൊക്കെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. വിശപ്പ് തീർക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം ഇല്ലായിരുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒന്ന് വിശപ്പടയുന്ന രീതിക്ക് നമുക്ക് മനസ്സ് നിറഞ്ഞു എന്ന് വേണമെങ്കിൽ അത് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണാർശാലയിൽ വന്നിട്ടുണ്ടായിരുന്നു. മണ്ണാർശാലയിലെ കാര്യം പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, ഭയങ്കര വൈബല്ലേ. നമുക്കിങ്ങനെ ഒരുപാട് നടന്നിങ്ങനെ തൊഴാം. കാവിൻ്റെ നടുക്കൂടി ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഭയങ്കരമാണ്. അത് അനുഭവിച്ചവർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പം കുഞ്ഞിനെയും കൊണ്ട് ഒരുപാട് നാളായിട്ട് ഇവിടെ വരണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് അതിന് ശരിക്കും സാധിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറേ നാളായിട്ട് ഇതാ വിജിത് ചേച്ചിയാണത്. അപ്പോൾ വിജിത് ചേച്ചി എന്തൊക്കെ പറയുമായിരുന്നു, മണ്ണാർശാല എപ്പോൾ വന്നാലും എന്നെ വിളിക്കണമെന്ന്. ചേച്ചി എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പം ചേച്ചിയെ ഞാനപ്പോൾ നേരിട്ട് പോയി കണ്ടു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഭയങ്കര അടിപൊളി ഒരു പേഴ്സണാണ് ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് വിജിത് ചേച്ചി. അങ്ങനെ ചേച്ചിയൊക്കെ കണ്ട സന്തോഷത്തിൽ പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. തൃക്കുന്നപ്പുഴ വഴിയാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ ജങ്കാറായതുകൊണ്ട് ഞങ്ങൾ ജങ്കാറിലൊക്കെ കയറിയാണല്ലോ വന്നത്.